സിംഗപ്പെണ്ണേ ആ പാട്ട് കേട്ടിട്ടില്ലേ? ഇന്ന് വളരെ സന്തോഷം തോന്നിയ ഒരു ദിവസമാണ് കേട്ടോ. ഇന്നലെയെ കാണുന്ന ഒരു വീഡിയോ, ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് നമുക്ക് ബാക്കി കാര്യം പറയാം. സത്യത്തിൽ ഒരു സിംഗപ്പെണ്ണ് തന്നെയാണല്ലേ പ്രഭാവതി അമ്മ. ഇന്നലെ മുതൽ അമ്മ അങ്ങ് സോഷ്യൽ മീഡിയയിൽ താരമായി എന്നുള്ളതാണ്. നോക്കൂ, വളരെ സന്തോഷം തോന്നിയത് എന്ന് പറയാൻ പ്രത്യേകിച്ചൊരു കാരണം കൂടിയുണ്ട്. നമ്മുടെ നാട്ടിൽ ചില മഹിളാ മണികളൊക്കെയും വളരെ വൈറലാകാൻ വേണ്ടി നടക്കുന്നുണ്ട്. അപ്പോൾ ആ വൈറലാകാൻ വേണ്ടി അവർ കാണിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ ചിലരുടെ ഒക്കെ ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നു. അപ്പോൾ ഈ വൈറലാവുക, ഇൻസ്റ്റയിൽ അങ്ങ് വൈറലാവുക, അതിനെന്തും ചെയ്യുക എന്നൊക്കെയുള്ള ഒരു കാര്യത്തിലേക്ക് എല്ലാവരുടെയും മനസ്സ് എത്തപ്പെട്ടിട്ടുണ്ട്. പക്ഷെ നോക്കൂ, ഈ അമ്മയെ കണ്ട് നമുക്കും പഠിക്കാനില്ലേ? കളിയാക്കുക ഒന്നുമല്ല ചെയ്യുന്നത്. വളരെ സന്തോഷത്തോടുകൂടി ഞാൻ ചോദിക്കാം, അമ്മയിൽ നിന്ന് നമ്മൾ പഠിക്കാനില്ലേ? പ്രത്യേകിച്ച് ഈ വീഡിയോ MVDയുടെ ശ്രദ്ധയിലും പെട്ടു. അഫ്ലൂസ് സ്റ്റോറീസ് എന്ന് പറയുന്ന ഒരു പേജിൽ നിന്നാണ് ഈ വീഡിയോ എല്ലാവരിലേക്കും എത്തുന്നത്. തുടർന്ന് അമ്മയ്ക്ക് അഭിനന്ദന പ്രവാഹമാണ്. അമ്മ വേറിട്ട് നിന്നതിന് കാരണമുണ്ട്. ആ കാരണം എന്ന് പറയുന്നത് അമ്മയുടെ പ്രതിഷേധമാണ്. ആ പ്രതിഷേധത്തിൽ ഒരു നേരുണ്ട്, സത്യമുണ്ട്. പക്ഷേ പലരും വൈറലാവാൻ വേണ്ടി എടുക്കുന്ന വീഡിയോകളിൽ ഈ നേരോ സത്യമോ ഒന്നുമില്ല എന്നത് തന്നെയാണ് വാസ്തവം. നോക്കൂ, അമ്മ വളരെ കാര്യമുണ്ട്. അമ്മയോട് ചോദിക്കുകയാണ്, മാറി നിൽക്ക്, ഞാനൊന്നും വണ്ടി വളച്ചോട്ടെ. അപ്പം അമ്മ പറയാ, വേണ്ട, വളയ്ക്കണ്ട, പിന്നോട്ടെടുത്താൽ മതി. ഇതാ നോക്കാം, അമ്മ പറയുന്നില്ലേ എന്ന്. അതിനുശേഷം അമ്മ എല്ലാവരിലേക്കുമായിട്ട്, പ്രഭാവതി അമ്മ എല്ലാവരിലേക്കുമായിട്ട് പകർന്നു തന്ന ഒരു കാര്യമുണ്ട്. ആ ഒരു വീഡിയോയുടെ ഭാഗം കൂടി നമുക്കൊന്ന് കണ്ടുവരാം. കണ്ടോ അമ്മ പറയുന്നത് കണ്ടോ? നമ്മുടെ ഒന്നും ശ്രദ്ധയിൽപ്പെടാത്ത ഒരു കാര്യമാണ്. ഈ യുവാക്കൾ എന്ന് പറയുന്ന വളരെയധികം എന്താ പറയുക, ജെൻസി കിഡ്സ് എന്നൊക്കെ പറയുന്ന മില്ലേനിയൽസും എല്ലാവരും കൂടി അങ്ങ് ഫുട്പാത്തിലൂടെ തള്ളിക്കയറ്റമല്ലേ? അവരുടെ വഴി പോലെയാണ്. ഈ പറയുന്ന ഫേമസ് ആവാൻ നടക്കുന്ന ഇത്തരത്തിലുള്ള ആളുകൾക്കൊക്കെ ഇത്തരം എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനായിട്ട് കഴിവുണ്ടോ? അമ്മ പറയുകയാണ്, നിയമത്തിൻ്റെ വഴിക്ക് പൊക്കോളും, എനിക്ക് ജയിക്കാനും ഒന്നിനുമല്ല, അത് നിയമത്തിൻ്റെ കാര്യങ്ങൾ അതിലെ വഴിയെ പൊക്കോട്ടെ എന്നാണ് അമ്മ പറയുന്നത്. അപ്പം അമ്മ പറഞ്ഞു വയ്ക്കുന്ന ചില കാര്യങ്ങളിലൂടെ നമ്മളിലേക്ക് എത്തിച്ചു തരുന്ന ചില കാര്യങ്ങൾ, അതായത് ഒരു റോഡുമായി ബന്ധപ്പെട്ട്, പൊതുനിരത്തുമായി ബന്ധപ്പെട്ട് തീരെ അശ്രദ്ധമായിട്ട് വണ്ടി ഓടിക്കാനായിട്ട് വളരെ തൽപര കക്ഷികളാണ് മലയാളികൾ. മലയാളികൾ നിയമലംഘനം നടത്തുന്നത് പോലെ മറ്റാരും നടത്തില്ല. ആ ഒരു അവാർഡ് ഞങ്ങൾ ആർക്കും വിട്ടുകൊടുക്കില്ല. മലയാളികൾക്ക് അങ്ങനെ ചില ഏരിയകളുണ്ട്. ഒന്ന്, പൊങ്കാലയിടുക. സോഷ്യൽ മീഡിയയിൽ കിടന്നങ്ങ് പൊങ്കാലയിടാനായിട്ട് മലയാളിയെ കഴിഞ്ഞേ ഉള്ളൂ. ആ സ്ഥാനം മലയാളിയെ ആർക്കും വിട്ടുകൊടുക്കില്ല. മറ്റൊന്ന്, ഒരാൾ വീണ് കിടക്കുകയാണെങ്കിൽ അതിനെ നോക്കി കൈകൊട്ടിച്ചിരിക്കുക. അതും മറ്റൊരു കാര്യമാണ്. അതുപോലെയാണ് ഈ നിയമലംഘനം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മലയാളിക്ക് വല്ലാത്തൊരു ഉൾപ്പുളകമാണ് ഇതൊക്കെ ചെയ്യാനായിട്ട്. ആ നിയമലംഘനം ഉൾപ്പുളകത്തോടെ ചെയ്യുന്ന മലയാളികൾക്ക് വേണ്ടിയിട്ട് അമ്മ പറയുന്നു, നിയമത്തിൻ്റെ വഴിക്ക് പോകും. അതെ, ഫുട്പാത്തല്ലേ, ഫുട്പാത്തിലൂടെ വണ്ടി ഓടിക്കാമോ? അമ്മയുടെ ചോദ്യം ശരിയല്ലേ? ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മളിൽ പലരും നേരിട്ട് കാണും അല്ലേ? പക്ഷെ പ്രതികരിക്കാൻ നമ്മൾക്ക് ആർക്കെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പ്രതികരിച്ചിട്ടുള്ളവരുണ്ടോ? ഉണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണം. നിങ്ങളും വീറുറ്റ പൗരന്മാർ തന്നെയാണ്. ഞങ്ങൾക്കും അതറിയാൻ താല്പര്യമുണ്ട്. എന്തായാലും വീണ്ടും പറയേണ്ടി വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ വൈറലാവാൻ ശ്രമിക്കേണ്ട വ്യത്യസ്തതയാർന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടായിരിക്കണം. അത് മറ്റൊരാളുടെ ഒരു തരത്തിലുമുള്ള കാര്യത്തെയും ഹനിക്കുന്നത് ആകരുത് എന്നുള്ളതാണ്. അമ്മ നമുക്ക് മുമ്പിലേക്ക് ഇട്ട് തരുന്ന ഈ ഒരു മാതൃക. അമ്മ ചില്ലറക്കാരിയൊന്നുമല്ല, അമ്മയ്ക്ക് രാഷ്ട്രീയമുണ്ടായിരുന്നു, പഴയ ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു. മാത്രമല്ല, അമ്മയ്ക്ക് ഇപ്പോഴും പഴയ സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെ ഒക്കെ ആളായിരുന്നു, സിംഗപ്പെണ്ണ് തന്നെ. ഇതിനിടയിൽ അമ്മ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ വീഡിയോ വൈറലായി കഴിഞ്ഞപ്പോൾ
പറഞ്ഞു വത്തേ ഒരാൾ കമൻ്റായിട്ട് പറഞ്ഞു, അവ്വായ് ഷൺമുഖി. സത്യത്തിൽ നമുക്ക് ഇത്തരത്തിലുള്ള ആളുകളെയൊക്കെ കാണുമ്പോൾ, പ്രത്യേകിച്ച് മുതിർന്നവരെ കാണുമ്പോൾ അവരിൽ നിന്ന് പഠിക്കാനും ഈ യുവജനത എന്ന് പറയുന്ന തള്ളിച്ച കൊണ്ട് നടക്കുന്ന എല്ലാവർക്കും കാര്യങ്ങളുണ്ടാകും. അല്ലാതെ എല്ലാവരെയും ഇപ്പം നിങ്ങളിത് പറയുമ്പോൾ പോലും പറയും ഈ പറയുന്നത് ശരിയല്ല, അവതരണം ശരിയല്ല, തള്ള വന്നിട്ടുണ്ട്, ആൻറ്റി വന്നിട്ടുണ്ട്, ആൻറ്റി നന്മ പഠിപ്പിക്കാൻ വന്നിട്ടുണ്ട് എന്നൊക്കെ പറയും. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ പ്രതികരണശേഷി നമ്മളിൽ എത്ര പേർക്കുണ്ട്? പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യ ലൈവിന് നിങ്ങൾ ഇതുവരെ തന്നിട്ടുള്ള എല്ലാ പിന്തുണയ്ക്കും നന്ദി പറയുകയാണ്. തുടർന്നും നിങ്ങളുടെ ഈ സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിന് മറ്റൊന്നും ചെയ്യേണ്ടതില്ല. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാ വീഡിയോയ്ക്കും ലൈക്കും ഷെയറും ചെയ്യുക, കൂടാതെ കമൻറ്റും രേഖപ്പെടുത്തുക. മാത്രമല്ല ഒരു കാര്യം കൂടി നിങ്ങൾ ചെയ്യണം, ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തണം. എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇതിലൂടെ ലഭിക്കുന്നതാണ്.